Hi all, welcome to Study in PSC. ഡിഗ്രി ലെവൽ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഡിസ്കസ് ചെയ്യുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ജാനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ല? നാഗാലാൻഡ്. 50ാം സംസ്ഥാന ദിനം ആചരിച്ചത് മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ്. വ്യാവസായിക വൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12,504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് ഹരിജൻ യാത്രാ പര്യടനം എന്നാണ്. അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? പുരാണ കില. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. കല്ലുമല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? ന്യൂറംബർഗ്. 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ്. ജീൻ ജാക്വസ് റൂസോ. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? പോർച്ചുഗീസ്. ഇതിൻ്റെ കോഡ് ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് നോക്കിയാൽ മതി കേട്ടോ. അതായത് ഒരൊറ്റ കോഡിലൂടെ തന്നെ നമുക്ക് ഐക്യരാഷ്ട്രസഭയിലെ ഔദ്യോഗിക ഭാഷകളെയും പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ അതിലെ 5 സ്ഥിരാംഗങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിലുള്ളത്, അവരെയും പഠിക്കാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? കോഴിക്കോട് വരെ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ല? ഓപ്ഷൻ ബി 1ഉം 3ഉം. താത്താപ്പാനി, പുക. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? ഓപ്ഷൻ ബി മണൽക്കല്ല്, സിസ്റ്റർ. ശരിയായിട്ടുള്ളവയാണ് ഗ്രാനൈറ്റ്, ഗ്നീസ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, ഷെയ്ല്, സ്ലേറ്റ്. സർവേ ഓഫ് ഇന്ത്യ SOI ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? പോളികോണിക്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരവുമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് രാജ്യത്താണ്? ജപ്പാൻ. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങളാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും.
ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. ഓപ്ഷൻ എ വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 9ാം പഞ്ചവത്സര പദ്ധതി. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഇ-ശ്രം പോർട്ടൽ ആരംഭിച്ചത്? ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനം അല്ലാത്തത്? ഓപ്ഷൻ സി ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക. സിവിൽ സർവീസ് ഒരിക്കലും ഗവൺമെൻറ്റിന് എതിരായ എതിർപ്പ് സമാഹരിക്കത്തില്ല. ഓക്കെ, ഇനി സിവിൽ സർവീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ, നിയുക്ത നിയമനിർമ്മാണം, സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു. വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEGPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയായ പ്രസ്താവനകൾ: സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്? ആത്മനിർഭർ ഭാരത് റോജ്ഗർ യോജന, ABRY. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60-ൽ നിന്നും 50ആയി കുറച്ച സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ബി 2 മാത്രം. ശരിയായ പ്രസ്താവന ഇതാണ്: നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? 1 പൊതുക്രമം, 2 ധാർമ്മികത, 3 ആരോഗ്യം. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ? ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ഈ അനുച്ഛേദങ്ങളാണ് 48A, 51A. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ്. 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്താണ്? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം.
മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239 ആർട്ടിക്കിൾ 330 332 ഉൾപ്പെടുത്തൽ. 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എഴുതിയത് ലളിതാംബിക അന്തർജനമാണ്. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടി. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? 18,426. കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? എസ്.എൽ. പുരം സദാനന്ദൻ. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? എസ്. ഗുപ്തൻ നായർ. കുമാരനാശാൻ അന്തരിച്ച വർഷം 1924. കാഞ്ചനസീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ജി അരവിന്ദൻ. 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു? ലയണൽ സ്കലോനി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. റൂട്ടർ 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. റിപ്പീറ്റർ നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം, ക്യാഷെ മെമ്മറി. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയയ്ക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃകൃത നാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ് വെബ് ജാക്കിംഗ്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന് ഗൂഗിൾ. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുത ഉൽപ്പാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സൗരോർജം ഗ്രേറ്റർ ദാൻ കാറ്റുശക്തി, കാറ്റുശക്തി ഗ്രേറ്റർ ദാൻ ബയോമാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത്? ഓപ്ഷൻ ബി IXPE. ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹങ്ങളാണ് എക്സ്പോസാറ്റ്, സ്ട്രോസി, ഹൈസിസ്. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. 2. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ആണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. 3. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും NBSAPS ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. 4. ഒരു ദേശീയ ജൈവ വൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവ വൈവിധ്യത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക്
ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി 1, 2, 3, 4. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് 1 L1ന്റെ ദൂരം എത്രയാണ്? ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ. അടുത്തത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ സോൾവ് ചെയ്ത വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറും മാത്രം പറഞ്ഞു പോവാണേ. 51 B, 52 A, 53 C, 54 D, 55 D, 56 C, 57 A, 58 C, 59 B, 60 D, 61 D, 62 C, 63 B, 64 B, 65 C, 66 A, 67 B, 68 D, 69 B, 70 B. അടുത്തത് ഇംഗ്ലീഷ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി സ്പീച്ച് ഈസ് ദ വേർഡ് ക്യുക്കിലി? ക്യുക്കിലി ആഡ്വർബാണ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിങ്സ്. ഓപ്ഷൻ ബി സെക്കൻഡ് ആൻഡ് തേർഡ്. നെസസറി എന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് NECESSARY ആണ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ യൂസേജ്. ഓപ്ഷൻ സി ദ ടീച്ചർ ഇൻസിസ്റ്റഡ് ഇൻ കംപ്ലീറ്റിംഗ് ദ അസൈൻമെൻറ്റ്. ഇൻസിസ്റ്റിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്, ഇന്നല്ല കേട്ടോ, അതോർത്ത് വെച്ചോളൂ. ഇൻസിസ്റ്റഡ് ഓണേ വരുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗ്രാമാറ്റിക്കലി കറക്റ്റ്? 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, നൺ ഓഫ് ദി എബോ എന്നുള്ളത്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്. ഓപ്ഷൻ ബി ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഈച്ച് ഓഫ് ദി വന്നു കഴിഞ്ഞാൽ ഈച്ച് ഓഫ് ദി പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്, അതാണ് അതിൻ്റെ ഫോർമാറ്റ്. ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ്, അപ്പം പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് എന്ന് പറയുന്നത് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് ദി പാസീവ് വോയിസ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൺ. ഇതിലെനിക്കൊരു ഈ ക്വസ്റ്റ്യനിലൊരു ഡൗട്ട് ഉണ്ട്. ഇത് ചിലപ്പം ഡിലീറ്റഡ് ആകുമായിരിക്കണം മെയിൻ ആൻസർ കീയിലെ. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഐ ആം ഗോയിങ് ടു ദ മാള്. അതായത് ക്യാപിറ്റൽ ലെറ്റർ കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഏത് സെൻറ്റൻസിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഓപ്ഷൻ ബിയിലാണ്. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഓക്സിലറി വെർബൊക്കെ സ്മോൾ ലെറ്ററിലായിരിക്കും. അപ്പോൾ അത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റണിം ഓഫ് ദി വേർഡ് കംഫർട്ടബിൾ ഫോംഡ് വിത്ത് ദ സഫിക്സ്. ഓപ്ഷൻ എ അൺകംഫർട്ടബിൾ. ചൂസ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ദി ഫ്രേസർ വെർബ് ഗിവ് ഇൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. എൻജോയ്സിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും ജെറണ്ട് ഫോമിലായിരിക്കും. ജെറണ്ട് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ING ഫോം, അതോർത്ത് വയ്ക്കുക. എൻജോയ്സിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും ജെറണ്ടിലായിരിക്കും, അല്ലെങ്കിൽ ING ഫോമിലായിരിക്കും. വാട്ട് ഈസ് ദ ടേം ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്? വെർബോസിറ്റി. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദി റിപ്പോർട്ടഡ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച്, ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്, ഷീ സെഡ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഷീ സെഡ് ഷീ വുഡ് നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് മസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ സ്റ്റാലിൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. മസ്കുലിനും ഫെമിനിൻ ജെൻഡറും കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ
ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദ ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹിസ് സ്ട്രൈപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈഗറിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ടൈഗ്രസ്. ടൈഗ്രസിൻ്റെ കൂടെ വരുന്ന പ്രോനോൺ എന്ന് പറയുന്നത് ഫെമിനിൻ ജെൻഡർ ആകുമ്പോൾ ഹിസ് വരത്തില്ല, ഹെറേ വരത്തുള്ളൂ. അത് തെറ്റുക. അടുത്തത് ദ വിക്സൺ ഈസ് നോൺ ഫോർ ഹിസ് കണ്ണിങ് ട്രിക്സ്. വിക്സൺ എന്ന് പറഞ്ഞാൽ ഫോക്സിൻ്റെ ഫെമിനിൻ ജെൻഡറാണ്, അതായത് കുറുക്കൻ്റെ പെണ്ണ് സ്ത്രീലിംഗം, അതാണ് വിക്സൺ. അപ്പോൾ വിക്സൻ്റെ കൂടെ ഹിസ് വരത്തില്ല, ഹെറേ വരത്തുള്ളൂ സ്ത്രീലിംഗം ആയതുകൊണ്ട്. അടുത്തതെന്ന് പറയുന്നത് എന്താ, സ്റ്റാലിൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. സ്റ്റാലിൻ എന്ന് പറയുന്നത് ആൺകുതിരയാണ്, അതിൻ്റെ ഫെമിനിൻ ജെൻഡർ ആണെങ്കിൽ മെയർ വരും. അപ്പോൾ ഇവിടെ സ്റ്റാലിൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. അപ്പം പ്രോനൗണും കറക്റ്റാണ്, സ്റ്റാലിൻ ജെൻഡറും കറക്റ്റാണ്, മസ്കുലിൻ ജെൻഡറാണ് സ്റ്റാലിൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോനൗണാണ് വന്നിരിക്കുന്നത്, ഹിസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ദ ലയൺ ഈസ് നോൺ ഫോർ ഹെർ ഹണ്ടിങ് സ്കില്ല്. ലയൺ എന്ന് പറയുന്നത് മസ്കുലിൻ ജെൻഡറാണ്, പുല്ലിംഗമാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രോനൗൺ എന്ന് പറയുന്നത് ഹിസ്സേ വരത്തുള്ളൂ, ഹെർ വരത്തില്ല. അതാണ് ആ സെൻറ്റൻസ് തെറ്റുക. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. അത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദ നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. വിച്ച് സെൻറ്റൻസ് യൂസസ് കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. ഫാസ്റ്റിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ഫാസ്റ്റർ ആണ്. വാട്ട് ഡസ് ദ ഇഡിയം ടു സ്പിൽ ദ ബീൻസ് മീൻ? ടു റിവീൽ എ സീക്രട്ട്. അതായത് എന്താ, രഹസ്യം വെളിപ്പെടുത്തുക. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് ദ പ്രോപ്പർ യൂസ് ഓഫ് ദി വെർബ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിങ് ദ മൂവി. റബേക്ക റെയർലി ഈറ്റ്സ് സ്വീറ്റ്സ്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡസ് ഷീ. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെൻറ്റൻസിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കുക, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് സെൻറ്റൻസ് ആക്കുക. ഇവിടുത്തെ സെൻറ്റൻസ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അതായത് ഇവിടെ റെയർലി എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ട്. റെയർലി എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ട് ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ഇതിനെ പോസിറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റി. ആ പോസിറ്റീവ് സെൻറ്റൻസിലേക്ക് മാറ്റുമ്പോൾ അതിനകത്ത് നോട്ടൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഡസ് ഷീ വരും. വാട്ട് ടേം ഡിസ്ക്രൈബ്സ് the deliberate and systematic extermination of a national, racial, political or cultural group? Option B, genocide. Choose a suitable synonym from the following options for the word given. Meticulous. Meticulous എന്ന് പറഞ്ഞാൽ കെയർഫുൾ. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി, വിദ്യുച്ഛക്തി. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ സി, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. സഫറിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ എപ്പോഴും ഫ്രം ആയിരിക്കും. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. നീഡം. ചേർത്തെഴുതുക. വാക്ക് പ്ലസ് വാദം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വാഗ്വാദം. ക് പ്ലസ് വാ എന്ന് പറഞ്ഞാൽ ഗ്വാ എന്ന് വരുവേ, അത് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് വാഗ്വാദം എന്ന് വന്നത്. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഓപ്ഷൻ എ, അധികമായാൽ അമൃതും വിഷം. ഇതാണ് കറക്റ്റ് ആൻസർ. ഞെട്ടില്ല വട്ടയില എന്ന് പറഞ്ഞാൽ അതൊരു കടങ്കഥയാണ് കേട്ടോ. ഞെട്ടില്ല വട്ടയില എന്ന് ചോദിച്ചാൽ ഉത്തരം പപ്പടം. ഭഗീരഥ പ്രയത്നം, ഇതൊരു ശൈലിയാണ്. ഭഗീരഥ പ്രയത്നത്തിൻ്റെ അർത്ഥം കഠിന പരിശ്രമം. മനസ്സാ വാച കർമ്മണ, നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കാണ്, പറയുന്നൊരു സംസാരമാണല്ലോ. മനസ്സാ വാച കർമ്മണ, ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്ന ഒരു സംസാര ഭാഷയാണ്. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. ഓപ്ഷൻ സി, തായ് പ്ലസ് വഴി. തായ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയാണ് അർത്ഥം അല്ലേ. അപ്പോൾ താവഴി എന്ന് പറയുമ്പോൾ തായ് പ്ലസ് വഴി. ഇങ്ങനെ ഈ പിരിച്ചെഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് പിരിച്ചെഴുതുവാണെങ്കിൽ അതിൻ്റെ ഉത്തരം കുറച്ച് തെറ്റാതിരിക്കും കേട്ടോ. ഓക്കെ. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനം എന്ന് കണ്ടെത്തുക. പെങ്ങൾ എന്ന് പറയുന്നത് എന്താ? ഏകവചനമാണ്. ആങ്ങള, പെങ്ങൾ, ഇതൊക്കെ ഏകവചനമാണ്. ഓക്കെ.
നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്